അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, അബുദാബി അലൈനുള്ളവരോടാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണതാണ്, അറിയണവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ അബുദാബി അലൈനിൽ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ പാർക്കിംഗ് ഓപ്പൺ ആയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മുന്നേ പാർക്കിങ്ങിന് വന്നേന്ന് ആ പാർക്കിംഗ് അടിക്കുന്ന ആൾ വന്നിട്ട് വണ്ടിയുടെ അവിടെ വന്നിട്ട് അടിക്കില്ല പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഒരുവിധ സ്ഥലത്ത് വണ്ടികളായിരുന്നു. അപ്പോൾ ഈ അത് പറഞ്ഞ പോലെ മുന്നേ നമുക്ക് ഈ പറഞ്ഞ പോലെ 10 മിനിറ്റൊക്കെ കിട്ടിയത് വണ്ടിയുടെ ഉള്ളിൽ ആളടിക്കില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അലൈനിൽ പോയി, അതായത് രാത്രി ഞങ്ങൾ വീട്ടിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് പാർക്കിംഗ് എന്ത് കിട്ടി, കുറച്ച് ദൂരെ കിട്ടിയത്. മിഷീന് കുറച്ച് ദൂരെയാണ്, പാർക്കിങ്ങിൻ്റെ കുറച്ച് ദൂരം. അപ്പോൾ ഞാൻ കിട്ടിയ പാർക്കിംഗ് കയറ്റിയിട്ട് പാർക്കിംഗ് ഇടാൻ വേണ്ടിയിട്ട് മിഷീൻ്റെ അടുത്തേക്ക് പോയി. മിഷീൻ്റെ അടുത്ത് പാർക്കിംഗ് ഇട്ട് വരുന്ന ടൈമിൽ ഇവിടുന്ന് മാർക്കറ്റിൻ്റെ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ വിചാരിച്ച് അടിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ പാർക്കിംഗ് ഇട്ടാലല്ലേ. ഞാനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. മാഡം പിറ്റേ ദിവസം വിളിച്ച് പാർക്കിങ്ങിൻ്റെ ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞതെന്താ വെച്ചാൽ ഈ പാർക്കിംഗ് ഇട്ട ടൈമോ അവർ അടിച്ച ടൈമോ ഭയങ്കര ഡിഫറെൻ്റാണ്. ശരിയാവും, കാരണം കുറച്ച് ഒരു 5-6 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു ഞാൻ നടന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏറ്റവും ബെസ്റ്റ് പരിപാടി വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് പാർക്കിംഗ് ഇട്ടിട്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 150 റൺസ് വെറുതെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. ഇതുപോലെ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് പറയാനുള്ളൂ, ഇത്രയുള്ളൂ.